ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണുന്നു. എൻഫോഴ്സ്മെന്റ് ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് 40 ആ വ്യക്തിയും 40 ടെസ്റ്റ് ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് ഈ ബാക്ക്ലോഗ് പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി തീരുമെന്ന ഭയം വേണ്ട. 6 മാസം കഴിഞ്ഞാലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ചെറിയൊരു ഫീസ് അടച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. പരീക്ഷ പിന്നെ എഴുതേണ്ട, അത് എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് 2 വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല. തൽക്കാലം അത് ഒരു സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ്. ടെസ്റ്റിന് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഡ്രൈവ് ചെയ്യുന്ന ആളിന് വളരെ കുഴപ്പം പിടിച്ച ആളാണെങ്കിൽ അദ്ദേഹം പിന്നെ അപ്പോൾ അത് പിന്നെ കുഴപ്പം കാണിച്ചാൽ പെട്ടെന്ന് MED ഉദ്യോഗസ്ഥന് വണ്ടി ചവിട്ടി നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം അത് അനുവദിക്കുകയാണ്. അപ്പോൾ പക്ഷെ ക്വാളിറ്റി ഉയരും. തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു ആവശ്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ്, നല്ല വണ്ടി ഓടിക്കാൻ അറിഞ്ഞ ആളുകൾ ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളതാണ്. അതിനോട് സ്കൂളുകളിലെ എല്ലാ സംഘടനകളും യോജിച്ചു. അവരും അത് ചെയ്യുകയാണ്. പിന്നെ മാത്രമല്ല, ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെന്റ് ഉണ്ടായി എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു. അതവർ അംഗീകരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട, ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു. അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല. ടെസ്റ്റ് നടക്കുമ്പോൾ, ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല, ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ എല്ലാ സ്ഥലത്തും വയ്ക്കും. ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്യും. ആ ടെസ്റ്റ് കഴിയുന്നുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യും. എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും. 3 മാസം വരെ സൂക്ഷിക്കും. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അത് എടുക്കും. പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയെന്ന് നോക്കും. കാരണം 2 വശവും ക്യാമറ ഫേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണത്തക്ക രീതിയിലും. അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തരങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സമരത്തിലൊക്കെ പറഞ്ഞ പോലെ ആരുടെയും കഞ്ഞൂടി മുട്ടിക്കുന്ന ഒരാൾക്കും തൊഴിൽ പോകത്തില്ല. എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. പക്ഷെ ഡ്രൈവിംഗ് പഠിച്ച് 5 വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ എല്ലാ RTO പിന്നെ 15 വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പുരാതനമായ വണ്ടി ഓടിക്കണം എന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് 18 വർഷമായി വർദ്ധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ചു. അവരത് അംഗീകരിച്ചു വളരെ സന്തോഷത്തോടെ. ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പല സ്ഥലത്ത് പല റേറ്റ് വാങ്ങുകയാണ്. അപ്പോൾ അത് ഏകോപിപ്പിക്കാൻ വേണ്ടി 3 മാസത്തിനകം റിപ്പോർട്ട് തരത്തക്ക രീതിയിൽ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കും. ഇതിനൊരു പഠനം നടത്തി, വിദഗ്ധരെ ഒരു പഠനം നടത്തിയിട്ട് എല്ലാവരുടെയും താരിഫ് പഠിപ്പിക്കുന്ന, സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നതായിട്ട് ചില ആരോപണങ്ങൾ, സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു, പിന്നെ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൃത്യമായ ഫീസ് നിശ്ചയിക്കാൻ എല്ലാ സംഘടനകളും വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അതും നമ്മൾ ചെയ്യും എന്നാണ് ഇന്നത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്. അതെ, ഇപ്പൊ തൽക്കാലം റോഡ് ടെസ്റ്റ് ആദ്യം എന്നുള്ള മാറ്റി ആദ്യം എടുത്തുകൊണ്ട് പഴയ പോലെ റോഡ് ടെസ്റ്റ് പിന്നെ എടുക്കും. പക്ഷേ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ എടുക്കും. റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റത്തില്ല, റോഡിൽ തന്നെ എടുക്കും. അതോടൊപ്പം തന്നെ 1 മാസത്തിനുള്ളിൽ നമ്മളൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് വരയ്ക്കാൻ കുറച്ചധികം സ്ഥലം വേണമെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഒരു 3-4 ഡിസൈൻ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ 1 മാസം കഴിഞ്ഞ് കൃത്യമായി ഓഫീസർമാരെ അവരുമായി ചർച്ച ചെയ്തിട്ട് സ്ഥലത്തിന്റെ പരിമിതികളെല്ലാം കണക്കെടുത്തുകൊണ്ട് അവർ ഇതേ കാര്യങ്ങൾ ഈ കേന്ദ്ര നിയമത്തിൽ പറയുന്ന, മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്ന കയറ്റത്തിൽ നിർത്തിയെടുക്കുക, പിന്നെ സിക്സാഗായിട്ട് എടുക്കുക വണ്ടി, പിന്നെ വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യുക, സൈഡ് പാർക്ക് ചെയ്യുക, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. ആ പ്ലോട്ട് വരയ്ക്കാൻ കൂടുതൽ സാമ്പേഴ്സിന്റെ സ്ഥലത്തിൽ ഇതേ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും. ഈ കയറ്റ ഇറക്കം, സിക്സാഗ്, എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഇപ്പോൾ വരച്ച പടത്തിലുള്ളതെല്ലാം ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെയാണ് കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യും. പരമാവധി ടെസ്റ്റുകൾ ഇനി മുതൽ ഘട്ടം ഘട്ടമായി സർക്കാരിന്റെ സ്ഥലങ്ങളിലേക്ക് മാറ്റും. ഇപ്പോൾ തന്നെ KSRTCയുടെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര സ്ഥലം നമ്മൾ കണ്ടെത്തിയത്? 21 സ്ഥലങ്ങളിൽ നമ്മൾ KSRTCക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവുന്ന സ്ഥലങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഒന്ന് ലെവൽ ചെയ്യുക, അതിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. കാരണം അവരെ ഗ്രൗണ്ടിൽ പോയി നടത്തി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചാൽ അവർ പ്രാക്ടീസ് ചെയ്യട്ടെ, ഇവിടെ നമ്മൾ പരിശീലിക്കാം എന്ന് തീരുമാനിച്ചു. പിന്നെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 10 ഡ്രൈവിംഗ് സ്കൂളാണ് തുടങ്ങുന്നത്. അതിനുള്ള അപേക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിനുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിക്കും. നല്ല ലൈസൻസ്, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഞങ്ങൾ അവരും അംഗീകരിച്ചു, സംഘടനകളും എന്നെ അംഗീകരിച്ചൊരു കാര്യം, നമ്മൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു വിഷയം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് ലൈസൻസ് പഠിച്ചിറങ്ങുന്ന ആളിന് അത് ലൈസൻസ് തന്നെ ആയിരിക്കാം. പിന്നെ ലൈസൻസ് എടുത്തിറങ്ങിയതിനു ശേഷം പിന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പരിപാടി വേണ്ട എന്നാണ് തീരുമാനം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ സർക്കുലർ പിൻവലിക്കുകയല്ല, സർക്കുലറിൽ ചില അത്യാവശ്യമായ പ്രായോഗികമായി അവർ മുന്നോട്ട് വെച്ച
ചില കാര്യങ്ങൾ. ഇതൊരു ജനാധിപത്യ സർക്കാരാണ്. അപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് കടുംപിടുത്തമൊന്നുമില്ല. ഞങ്ങളത് സംസാരിച്ചു, വളരെ സ്നേഹത്തോടെ തീർന്നു. എല്ലാവരും സഹകരിച്ചവരോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. നല്ല ലൈസൻസ് കൊടുക്കാമെന്ന് എല്ലാവരും എഗ്രി ചെയ്തിട്ടുണ്ട്. അത് അവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ച് എഗ്രി ചെയ്യാണ്. നല്ല ലൈസൻസ് കൊടുക്കാൻ അവർ മുൻകൈ എടുക്കും. ഡ്രൈവിംഗ് പഠിച്ചാൽ മതി. അത് റോഡ് സേഫ്റ്റിയുടെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് നല്ല ലൈസൻസ് ഉള്ളവർ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാൽ അപകടം പരമാവധി കുറയും. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഞാൻ ഇത് മുന്നോട്ട് പറഞ്ഞത് തന്നെ ഇങ്ങനൊരു തർക്കത്തിൽ വന്നതും സമരം ചെയ്തതൊക്കെ നന്നായി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇപ്പോൾ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നല്ല ലൈസൻസ് ഉണ്ടാകും എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇത് ജനാധിപത്യമാണ്. നമ്മൾ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്നതല്ല. അവർ സമരം ചെയ്തു. ഞാൻ ഇന്നലെ വരെ സ്ഥലത്തുണ്ടായിരുന്നില്ല. വന്ന് ഇന്ന് തന്നെ എല്ലാ സംഘടനകളെയും ക്ഷണിച്ചു. അവർ വന്നവരോട് എനിക്ക് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നല്ല ലൈസൻസ് ഉണ്ടാവട്ടെ, നല്ല അപകടങ്ങൾ കുറയട്ടെ. കേരളത്തിലെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ലൈസൻസ്. ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്താൽ അതിന് വേറെ പല യൂണിവേഴ്സിറ്റികളെക്കാളും വിലയുണ്ട് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണലി ഒരു ലൈസൻസിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡുള്ള ലൈസൻസ് ഹോൾഡേഴ്സായി മാറട്ടെ. അതിനെല്ലാവരും സഹകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എല്ലാവരെയും സഹകരണത്തിന് നന്ദി. ഒരു വലിയ പ്രശ്നമല്ലായിരുന്നു, എന്നാലും അത് തീർന്നു. എങ്കിലും നല്ല ലൈസൻസ് ഉണ്ടാവുമല്ലോ ഉള്ള സന്തോഷം. മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ട്. ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്ന പിന്തുണ, അത് മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ എന്റെ സതുദ്ദേശത്തെ തിരിച്ചറിയുകയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം, അത് മാത്രമല്ല ഈ മാധ്യമങ്ങൾ എടുത്ത നിലപാട്. കാരണം വെച്ചാൽ നല്ല ലൈസൻസ് തന്നെ എടുക്കണം എന്നുള്ള നിലപാടാണ് പലപ്പോഴും ദൃശ്യമാധ്യമ ചർച്ചകളിലും പത്രങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത്. അത് സോഷ്യൽ മീഡിയയിലൂടെയും ഇതിന് വലിയൊരു സപ്പോർട്ടാണ് തന്നത്. കാരണം നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം, അപകടങ്ങൾ കുറയ്ക്കണം എന്നുള്ള നിലപാടിനെ അനുകൂലിച്ചു. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ സംഘടനകളും ആ നിലപാട് അവർക്കും ബോധ്യപ്പെട്ടു. അവരും അത് അംഗീകരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും, ഒരു സംശയവും വേണ്ട. അതെ അതെ. അതപ്പോൾ KSRTC നിശ്ചയിക്കാൻ പോകുന്ന, കാരണം ഒരു സർക്കാർ സ്ഥാപനം നിശ്ചയിക്കുന്ന ഫീസ് ആയിരിക്കുമല്ലോ കുറച്ചുകൂടി മെച്ചപ്പെട്ട, അപ്പോൾ അത് നിശ്ചയിക്കാൻ പോകുന്ന ഫീസ് ആയിരിക്കും മറ്റുള്ളവർ? അല്ലല്ല, ഒരു പഠനം നടത്താൻ കമ്മിറ്റി വെക്കുകയാണ്. KSRTC തീരുമാനിക്കുന്ന KSRTCക്ക് ഓഫീസ്, നമ്മളിപ്പോൾ ജീവനക്കാരെ വെളിയിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അറിയാവുന്ന, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഞങ്ങൾ അവിടെ റിക്രൂട്ട് ചെയ്യണം. നമ്മുടെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ഈ ഓഫീസിൽ നിന്ന് മറ്റേ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ പല വ്യത്യാസങ്ങൾ. ഇപ്പോൾ ST ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ളതിൽ കൺസെഷനൊക്കെ ഉണ്ടാവും. അത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇല്ല, നമ്മൾ വേറൊരു ഇതായിട്ടാണ് തുടങ്ങുന്നത്. KSRTCയുടെ വേറൊരു ബ്രാഞ്ചായിട്ടാണ്. ഇപ്പോൾ KSRTC കൊറിയർ തുടങ്ങിയതുപോലെ KSRTC അത് വേറൊരു സെക്ഷനായിട്ടായിരിക്കും നടത്തുന്നത്. അവിടെ അധികം ആളുണ്ടാവില്ല. അവിടെ സ്വന്തമായിട്ട് കാറുണ്ടാവും, മോട്ടോർ സൈക്കിൾ ഉണ്ടാവും, പിന്നെ കമ്പ്യൂട്ടറൈസ് സംവിധാനം ഉണ്ടാവും പഠിക്കാൻ. ആദ്യം സിമുലേറ്ററിൽ ഓടിച്ച് പഠിക്കുക, പിന്നെ വണ്ടി പുറത്തിറക്കുക, ഗ്രൗണ്ടിൽ പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് റോഡിലിറക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ MIT ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. MIT ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ മാറ്റില്ല. അവരും അതിനോട് യോജിച്ചു. കാരണം അത്തരത്തിൽ കാലിൽ ഗിയറുള്ള 3 മാസം സമയം അതിന് കൊടുത്തിട്ടുണ്ട്. ഈ കാലിൽ ഗിയറുള്ള വണ്ടിയിലേക്ക് മാറാനായിട്ട് 3 മാസം സമയം. അത് നേരത്തെ തന്നെ ചർച്ചയിൽ തീരുമാനിച്ചതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ശ്രീ പ്രമോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. അന്ന് തന്നെ തീരുമാനിച്ചതാണ്. നമ്മൾ CATUവിന്റെ ആവശ്യം അതായിരുന്നു. അത് നമ്മൾ ചെയ്തു. അന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടു, അത് അന്ന് ചെയ്തു. അത് കൂടാതെ ഈ ക്ലച്ച് വെച്ച് തൽക്കാലം ഓടാം. കാരണം വെച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയിലേക്ക് മാറാൻ, അതിന്റെ ഒരു അപകടാവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ പഠിച്ചു വരുന്ന പലർക്കും ഈ ക്വാളിറ്റി ഉള്ള ഒരു ഡ്രൈവറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ച് ഇല്ലാതെ ഓടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം അനുവദിച്ചാൽ ചിലപ്പോൾ റോഡേ പോകുന്നവർക്ക് ചിലപ്പോൾ അത് കുഴപ്പമാവും. പറഞ്ഞല്ലോ 40 പറഞ്ഞല്ലോ. ഒരു MBI 40 എണ്ണം ചെയ്യും, 2 MBI ഉള്ളിടത്ത് 80 എണ്ണം ചെയ്യും. ബാക്ക്ലോഗ് നാളെ പരിശോധിക്കും. നാളെ പരിശോധിച്ചിട്ട് കൂടുതൽ കെട്ടിക്കിടക്കുന്ന RT ഓഫീസോ സബ് RT ഓഫീസോ ഉണ്ടെങ്കിൽ അവിടെ എൻഫോഴ്സ്മെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ താൽക്കാലികമായി നിയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി അത് കുറച്ചുകൊണ്ടിരും. ഈ 10 ലക്ഷം എന്ന പ്രചരണം തെറ്റാണ്. 10 ലക്ഷം ഇല്ല, 2.5 ലക്ഷമേ ഉള്ളൂ. കൃത്യമായ കണക്ക് നാളെ മാധ്യമങ്ങൾക്ക് നൽകും. കൃത്യമായി കമ്പ്യൂട്ടറിൽ നിന്ന് കണക്കെടുക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാണ്, പക്ഷേ കൃത്യമായ കണക്ക് തരാം. പിന്നെ ഏതൊക്കെ ഓഫീസിൽ എത്ര കെട്ടിക്കിടക്കുന്നുള്ള കണക്കും പ്രസിദ്ധീകരിക്കാം. ടെസ്റ്റ് ഞാൻ സമരം എല്ലാവരും പിൻവലിച്ചു. സമരം പിൻവലിച്ചു. നാളെ മുതൽ ടെസ്റ്റ്. അല്ല, അത് വളരെ വേഗത്തിൽ മാറ്റി. CMD ആണുള്ള ചുമതല നൽകിയിട്ടുണ്ട്. അദ്ദേഹം പല സ്ഥലങ്ങളിലും മാറ്റി. ഇപ്പോൾ തലശ്ശേരി മാറ്റി. ലെവൽ ചെയ്ത് ഉറപ്പിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്.
അല്ല, അത് ഉണ്ടാക്കും, ഗ്രാജുവലി ഉണ്ടാകും. ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മൾ ഈ ഒരു ഡിസൈനിന്റെ കാര്യത്തിൽ 1 മാസം സമയമുണ്ട്. അപ്പോൾ അവരും കൂടെ ആലോചിച്ചിട്ട് ഒരു ഡിസൈൻ, നമ്മൾ പറഞ്ഞ ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് പരിശോധിക്കാമല്ലോ. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോഴല്ലേ അവർക്കൊരു വിഷമമുള്ളൂ. വേണ്ട, അടിച്ചേൽപ്പിക്കുന്നില്ല, അവർ തന്നെ കൊണ്ടുവരട്ടെ. അതെ, അവരെ പ്രപ്പോസലുകളെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ എടുക്കും. 1 മാസം തരും അവർ, 1 മാസം തരും. നമ്മൾ തന്നാൽ ഉടൻ ആക്ഷനാണ്. വലിയ താമസമില്ല, വെച്ച് താമസിപ്പിക്കത്തില്ല, ഒന്നും വെച്ച് താമസിപ്പിക്കത്തില്ല. നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, ഡോക്ടറേറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടും. ഏത് വേണം എന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഒറീസയിലേക്ക് പോയി കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കിട്ടും, പോകാതെ തന്നെ കിട്ടും. അത് വേണോ 50,000 കൊടുത്ത ശ്രീലങ്കയിൽ ഡോക്ടറേറ്റ് കിട്ടും, അത് വേണോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് വേണോ എന്ന് തീരുമാനിച്ചാൽ എന്ന് പറഞ്ഞ് കേൾക്കുന്നു. ഇതിങ്ങനെ കിട്ടുമെന്ന് പൈസ കൊടുത്താൽ എന്ത് തടസ്സം? അവനവനല്ലേ തീരുമാനിക്കുന്നത് ആളെ കൊല്ലണോ വേണ്ടിയെന്ന്. ഞാനാണോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ നിന്ന് ആള് പോകാതെ തന്നെ ലൈസൻസ് കൊടുക്കുമെന്ന് ആരോ പറയുന്നുണ്ട്, കർണാടകത്തിൽ നിന്നൊക്കെ. ആ വീട്ടിലിരുന്നാൽ കൊണ്ട് തരുമെങ്കിൽ അത് വാങ്ങിച്ചേച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ആളെ ഇടിച്ചു കൊല്ലട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പക്ഷെ പിടിക്കും. ഈ പല രാജ്യങ്ങളിലും വണ്ടിയുടെ ലൈസൻസ് പിടിക്കുന്നത് ഈ ദൂരെ നിന്ന് നോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓടിക്കുന്നതിലൊരു അലക്ഷ്യമായിട്ട് പോകുന്നതോ തെറ്റ് കാണിക്കുന്നതോ തോന്നിയാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. അല്ലാതെ ലൈസൻസ് ഒരു രാജ്യത്തും, ഗൾഫ് രാജ്യങ്ങളിലൊന്നും ലൈസൻസ് വന്ന് അതിന്റെ ലൈസൻസ് ഇടന്ന് ചോദിക്കത്തില്ല. പക്ഷേ ഈ ഓടിപ്പോ വശക്കേടാന്ന് അവർക്ക് തോന്നിയാൽ അവർ ഫോളോ ചെയ്ത് പിടിച്ചിട്ട് ലൈസൻസ് അപ്പോഴേ പിടിക്കും. ഇവിടെ നമ്മൾ പരമാവധി സർക്കാർ ഗ്രൗണ്ടുകളിലേക്ക് മാറ്റും. ഈ ബാക്ക്ലോഗ് അറിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ലേണേഴ്സിന്റെ ബാക്ക്ലോഗ് 10 ലക്ഷം ഇല്ല. അത് നാളെ ഞങ്ങളൊരു കണക്കെടുക്കുമ്പോൾ കൃത്യം അവർക്കും കൊടുക്കും. ഈ കണക്ക് എല്ലാവർക്കും, പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം തരും. അതിൽ കാണാം നമുക്ക്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ആളുകളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു 2-3 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ആ ബാക്ക്ലോഗ് കവർ ചെയ്യും. എന്തോ അല്ല, ഒരു ഓഫീസിൽ 40 ടെസ്റ്റ് എന്നാ പറഞ്ഞത്. അല്ല, എല്ലായിടത്തും ഇല്ല, ചില സ്ഥലങ്ങളില്ല, ഉള്ളിടത്ത്. പക്ഷെ അത് ഈ നാളത്തെ ലിസ്റ്റ് കാണുമ്പോൾ അറിയാലോ ഏത് ഓഫീസിലാണ് കൂടുതൽ ലേണേഴ്സ് കിട്ടിക്കിടക്കുന്ന വെച്ചാൽ അവിടെ വേറെ ആളെ റിക്രൂട്ട് ചെയ്ത് മേക്കപ്പ് ചെയ്യും. അല്ല, എച്ച് എടുത്തിട്ട് എടുത്തോട്ടെ, കുഴപ്പമില്ല. കാരണം എച്ച് എടുത്തിട്ട് എടുത്തോട്ടെ. ഇപ്പൊ ഡിസൈൻ 1 മാസം വരും, വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല. ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുള്ള ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ സിക്സാഗായിട്ട് വണ്ടി ഓടിക്കുക, കയറ്റത്തിൽ നിർത്തിയെടുക്കുക, റിവേഴ്സ് പാർക്ക് ചെയ്യുക, സൈഡ് പാർക്ക് ചെയ്യുക, ഇതെല്ലാം ഉൾപ്പെടുന്ന ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ ഡിസൈൻ വരയ്ക്കാൻ സ്പേസ് കൂടുതൽ വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിനെ പാർട്ടാക്കി, അല്ലെങ്കിൽ വേറെ ഇതെല്ലാം ഉള്ളൊരു ഡിസൈൻ അവർ തന്നെ പ്രപ്പോസ് ചെയ്യും. 2-3 ഡിസൈൻ അവർ കൊണ്ടുവരും. അതിൽ നിന്ന് എല്ലാവരോടും ആലോചിച്ചിട്ട് നമ്മളൊരു ഡിസൈൻ തിരഞ്ഞെടുക്കും. അപ്പോൾ എച്ചം ഒഴിവാകും കേട്ടോ. അത് വരുന്നോടെ എച്ചം ഒഴിവാകും. ഇല്ലില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ സമരം വന്നതും ചർച്ച വന്നതും കാര്യങ്ങൾ നന്നായതും. അതിനല്ലയോ ചെയ്തേ, അത് മനസ്സിലായില്ലയോ? ഒരു ടെക്നിക്ക് അറിയാൻ വേണ്ടിയുള്ള ഇങ്ങനെ ഇട്ട് നോക്കിയതല്ലേ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കാന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ, നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലയോ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ, ഇതുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ലല്ലോ. ഓണത്തിനിടയിലാണ് പുട്ട് വെച്ചോണം. എത്രയും ഒരു 2-3 മാസം തുടങ്ങുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ഫണ്ട് അനുവദിക്കാനുണ്ട്. ആ ഫണ്ട് അനുവദിച്ചു വന്നാൽ ഉടൻ തുടങ്ങും. നല്ല ലൈസൻസ് ആയിരിക്കും, ഒരു സംശയം വേണ്ട. എല്ലാ സൗകര്യവും ഉണ്ടാവും, തിയറി ക്ലാസ് ഉണ്ടാവും, എല്ലാ സംവിധാനവും ഉണ്ടാവും. അതെ, ധൈര്യമായിട്ട് കാത്തിരുന്നുള്ളൂ. KSRTC ലൈസൻസ് അടിപൊളി ലൈസൻസ് ആയിരിക്കും. അല്ല, ഇപ്പൊ കൊടുത്തല്ലോ, ഇന്നിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ശമ്പളം ഇന്നത് റെഡി ആയിട്ടുണ്ട്. എന്നറിയാം, ഈ എന്തോ ഫിറ്റ്നസിന് വേറെ 2 ദിവസം വയ്ക്കുന്നുണ്ട്. അവർക്ക് അവിടെ പോവാം. ഒരേ സമയം 2 ഇടത്ത് നടത്താൻ പറ്റില്ല. ഉമ്പടി അവിടെയും കണ്ടു, ഉമ്പടി ഇവിടെയും കണ്ടു എന്ന് പറയാൻ പറ്റില്ല. ഒരിടത്തെ പറ്റും. ആഴ്ച 4 ദിവസം ടെസ്റ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. ബാക്കി 2 ദിവസം ഫിറ്റ്നസ് ചെയ്യും. മിക്കവാറും ബുധൻ ശനി ഫിറ്റ്നസ് ചെയ്യും. പിന്നെ അവിടുത്തെ ജോയിന്റ് RTOമാർക്ക് അതിന്റെ ഫിറ്റ്നസിന് ആൾ കുറവാണെങ്കിൽ ലൈസൻസ് നടത്താം. ഫിറ്റ്നസിന് ആൾ കൂടുതലാണെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അത് അവിടുത്തെ RTOമാരുടെ ജോയിന്റ് RTOമാരുടെയും ഡിസ്ക്രിപ്ഷനിലാണ്, അവരുടെ ഡിസ്ക്രിപ്ഷനിലാണ്. നമ്മളതിനകത്തൊരു നിർബന്ധം പറയില്ല.
ഇപ്പോൾ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ആരും വന്നില്ല, ഫിറ്റ്നസിന് ആരും ഇല്ലാത്തൊരു സമയമാണെങ്കിൽ അവർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ദിവസം അവർക്ക് ലൈസൻസിന് മാറ്റി വയ്ക്കാം. ഈ ലൈസൻസിന്റെ ബാക്ക്ലോഗ് ഈ 10 എന്നുള്ളത് തെറ്റാണ്. 10 ലക്ഷം ഇല്ല, അത് കുറവാണ്. അത് നാളെ കറക്റ്റ് വിവരങ്ങൾ മാധ്യമങ്ങളെല്ലാം തരും. അത് കണ്ടതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതൽ കെട്ടിക്കിടക്കുന്നത് അവിടെ ആളെ റിക്രൂട്ട് ചെയ്ത് നമ്മൾ ചെയ്യാം. കൂടുതൽ ടെസ്റ്റ് ഇന്ന് പറയുന്ന അപ്പുറത്ത് ലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾ വിവരം അറിയും. അവർ പരിശീലനങ്ങൾ കണ്ടതാണല്ലോ, അപ്രായോഗികമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാവർക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതും ചെയ്തത്. അങ്ങനെ അത്ഭുത നടപടി വരും, അതിന് നടപടി വരും. അതൊക്കെ പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ, പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയട്ടെ. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയും. അപ്പോൾ പോലീസ് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ നടപടി. അതല്ലാതെ ഒരു മുൻവിധികളില്ല. നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒന്നുമില്ല, പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അതെ, അല്ല മൊത്തത്തിൽ നമ്മൾ സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ, സർക്കാരാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഖജനാവിൽ പൈസ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ലോൺ എല്ലാവർക്കും ശമ്പളം കൊടുക്കണം, അഡീഷണൽ ആയിട്ട് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ അത് പരമാവധി 10-ാം തീയതി കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത്. എന്നാലും പലപ്പോഴും അത്രയും ഫണ്ട് ആയി വരുമ്പോഴേക്കും താമസിക്കുന്നു. അതുകൊണ്ടാണ് വരുന്നത്. കാരണം 10-70 കോടി രൂപ വേണം, ചെറിയ പൈസയല്ല. 2 ഗഡുക്കളായിട്ട് കൂടുമ്പോൾ 70 കോടിയോളം വരും. അപ്പോൾ അത് പിന്നെ കിട്ടാനുള്ളൊരു താമസമില്ല. നമ്മളത് പെട്ടെന്ന് KSRTCയുടെ ഒരു കയ്യിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് അന്ന് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വലിയൊരു ഇടതുമുന്നണി സർക്കാരിന്റെ ഒരു വലിയ സഹായമാണ് KSRTC സംബന്ധിച്ച്. അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? KSRTC നഷ്ടം കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ കടങ്ങൾ പരമാവധി തീർത്തു കൊണ്ടുവരികയാണ്. ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ ഓവർ ഡ്രാഫ്റ്റ് കിട്ടില്ലെന്ന് അവർക്ക് അറിയാം. കാരണം കഴിഞ്ഞ 31-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണ് റിസർവ് ബാങ്കിന്റെ ബാൻ മാറി കിട്ടുന്നത്. KSRTCക്ക് കഴിഞ്ഞ കുറെ നാളായിട്ട് ലോൺ എടുക്കാനുള്ള ഒരു റൈറ്റും ഉണ്ടായിരുന്നില്ല. ഒരു ബാങ്ക് ഇന്ത്യയിലെ ഒരു ബാങ്കും KSRTC ലോൺ തരില്ലായിരുന്നു. ഈ കഴിഞ്ഞ 31-ാം തീയതി മാർച്ച് 31-ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഏതാണ്ട് 450 കോടി രൂപയാണ് അടച്ച്. പിന്നെ അത് കഴിഞ്ഞൊരു 275 1,650 ലക്ഷം കോടി രൂപ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് അടച്ചു തീർത്തിട്ടാണ് ഈ ഒരു ബാൻ മാറി കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റും. ഓവർ ഡ്രാഫ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ആര് തരും? ഒരു പൈസ ലോൺ കിട്ടത്തില്ല. അത് അവർ അറിയാതെ പറയുന്നതാണ്, അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്, മനഃപൂർവ്വം പറയുന്നതായിരിക്കും. അങ്ങനെ ഒരിക്കലും ഇല്ല. KSRTC കഴിഞ്ഞ 31-ാം തീയതി വരെ ലോൺ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ KSRTCക്ക് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. പക്ഷേ അതിന്റെ ഒരു കൺസോർഷ്യം ഉണ്ട്, നിലവിലുള്ള സ്റ്റേറ്റ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെ ആ കൺസോർഷ്യത്തിന്റെ ഒരു ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ അതിന്റെ ഒരു കൺസെന്റ് വേണം. അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജറായിട്ട് ഞാൻ നേരിട്ട് ചർച്ച ചെയ്തു. മാഡം അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി വന്നതിന് ശേഷം അത് ഇലക്ഷന്റെ ഇത് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹമായിട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹമായിട്ട് ഇരുന്നിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഒന്നുമില്ല, അതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല, അത് പോകുന്നില്ല. ഇടയ്ക്ക് അതിന്റെ ഹോളോഗ്രാമിൽ എന്തോ ഒരു ചെറിയ തകരാറ് നമ്മൾ നിർത്തിവെക്കാൻ ഇവിടുന്ന് ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥന്മാർ. ഇവർ ആവശ്യപ്പെട്ട പ്രകാരം അവർ നിർത്തിവെച്ചു. പക്ഷേ വീണ്ടും കറക്റ്റ് ചെയ്ത് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനൊന്നും ഒരു താമസമൊന്നുമില്ല, അതൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല, ആ ഒരു വിഷയം ഇവിടെ വന്നിട്ടില്ല. നമ്മൾ കാറിന്റെ കാര്യം തീരുമാനിച്ചല്ലോ. സ്ക്രാപ്പിംഗ് പോളിസി ഇന്ത്യ ഗവൺമെന്റ് ഉണ്ട്, അതനുസരിച്ച് ഇപ്പോൾ സ്ക്രാപ്പിംഗ് തുടങ്ങും. KSRTC തന്നെ അത് ഏറ്റെടുക്കാനുള്ള പരിപാടിയിലാണ്. KSRTC ഒരു അഡീഷണൽ വരുമാനമാകാൻ വേണ്ടി സ്ക്രാപ്പിന്റെ പരിപാടി KSRTC ചർച്ചകൾ നടത്തുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് ഒരു ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്നിട്ടുള്ള ഒരു സംവിധാനം. അത് CMD അതിന്റെ ചർച്ചയിലാണ്. അദ്ദേഹം ചർച്ച ചെയ്തിട്ട് ഫൈനലൈസ്. ഓടിച്ചോട്ടെ, ബ്രേക്കും ക്ലച്ചൊക്കെ വേണം. കൊടുക്കും, ഇന്ന് റെഡി, ഇന്ന് കൊടുക്കും. ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇന്ന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 1-ാം തീയതി തന്നെ കൊടുക്കണമെന്നാണ് സർക്കാരിന്റെ ഒരു ആഗ്രഹം. പക്ഷേ അതിനുള്ള ശ്രമം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ സമരം പിൻവലിച്ചു, ചില ഇളവുകൾ ഏർപ്പെടുത്തി, 15 വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിലപാടിൽ ചെറിയ അയവ് വരുത്തി 18 വർഷം വരെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം. പിന്നീട് ഡബിൾ ക്ലച്ചും ബ്രേക്കും ഉപയോഗിക്കുന്ന കാര്യത്തിലും നിലവിൽ ഇളവുണ്ട്. ക്യാമറ വാങ്ങുന്ന കാര്യത്തിൽ ക്യാമറ വാങ്ങേണ്ടത് മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ്.
എന്ന അർത്ഥത്തിലേക്ക് നിലപാട് മാറ്റി. പിന്നീട് പുതിയ ചില കാര്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്, അതിൻ്റെ വ്യക്തത കൂടുതൽ വരുത്തിയിരിക്കുന്നു ഗതാഗത മന്ത്രി. KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് KSRTCയുടെ കീഴിൽ പരിശീലനം നൽകി ലൈസൻസ് നൽകുന്ന രീതിയിലേക്ക് പോകുന്നു. 21 സ്ഥലങ്ങളിൽ അതിനായി KSRTC മാറ്റിവെച്ചിട്ടുണ്ട് എന്ന കാര്യവും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമാണ്. ടെസ്റ്റ് നാളെ മുതൽ, പ്രശ്നങ്ങൾ പരിഹരിച്ച് ടെസ്റ്റ് നാളെ മുതൽ പുനരാരംഭിക്കും എന്നാണ്, ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. സമരം പിൻവലിച്ച കാര്യവും അദ്ദേഹം അറിയിക്കുന്നു മാധ്യമങ്ങളെ. മറ്റു വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം. കൊച്ചിയിലെ സോഷ്യൽ ക്ലബ്ബുകളിൽ മുൻനിരയിലുള്ള സെഞ്ചുറി ക്ലബിൻ്റെ വാർഷികാഘോഷവും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഈ മാസം 18-ന് നടക്കും.